എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലൂസ് ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തോടൊക്കെ വിട പറഞ്ഞിട്ട് നമ്മൾ വേറൊരു രാജ്യത്തോടൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്നാണ് കുവൈറ്റിൻ്റെ PCC ക്ലിയറൻസ്, അതായത് പോലീസ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സോണി തോമസ്. ഓക്കെ, ഞാൻ 10-22 കൊല്ലം കൊണ്ട് കുവൈറ്റിലാണ്. എനിക്ക് ട്രാവൽ ബിസിനസ് ആണ്, റിക്രൂട്ട്മെന്റ് ബിസിനസ് ഉണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് പല ആൾക്കാരും എൻക്വയറി വരുന്നത് കുവൈറ്റിന്റെ PCC പറ്റിയാണ്. ഈ കുവൈറ്റ് PCC എന്ന് പറയുന്നത് നമുക്ക് കുവൈറ്റിൽ നിന്ന് ജോലി ചെയ്തിട്ട് വേറെ ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന നേരം അത്യാവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കുവൈറ്റിലെ PCC, ഇവിടുത്തെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് കുവൈറ്റിന് പുറത്ത് ചെന്നാലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ നമ്മൾ നിന്ന കാലത്തെ ഡോക്യുമെന്റ്സ് വേണം. പാസ്പോർട്ട്, എത്ര പാസ്പോർട്ട്, പഴയ പാസ്പോർട്ട് ആയാലും പാസ്പോർട്ടിന്റെ കോപ്പി വേണം. അതേപോലെ നമുക്ക് ഏത് രാജ്യത്താണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽ വേണം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ വേണം. പിന്നെ നാട്ടിലെ അഡ്രസ്സ് വേണം, നാട്ടിലെ ഒരു ടെലിഫോൺ നമ്പർ വേണം. ഈ സാധനം എല്ലാം കൂടെ, പിന്നെ സിവിൽ ഐഡിയുടെ കോപ്പി അതും അത്യാവശ്യമാണ്. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു 8 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞാൻ ബോംബെയിൽ നിന്ന് അത് എടുത്തു കൊടുക്കാം. നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവിടെ ബോംബെ ചെല്ലുക, കാൻഡിഡേറ്റ് വേണം, അങ്ങനെയൊക്കെ വളരെ ഈസി ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടില്ലാതെ 8 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. PCC എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. കാര്യം ഈ രാജ്യം വിട്ട് പോയിട്ട് മറ്റൊരു രാജ്യത്തിലോട്ട് ജോലിക്കൊക്കെ വേണ്ടി അപേക്ഷിച്ച്, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട്, ഇപ്പൊ UK-ലോട്ടും അല്ലെ ന്യൂസിലാൻഡ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തോട്ട് പോയി കഴിയുമ്പോൾ PCC വേണമെന്നുള്ളത് നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ പറയുമ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ബോധരാവുന്നത്. കാര്യം നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാനായിട്ടേ നോക്കത്തുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ആ PCCയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പ്രോബ്ലത്തിലാവും. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അച്ഛനുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അതിന് നിങ്ങളെ അദ്ദേഹം പറ്റുന്ന രീതിയിലൊക്കെ സഹായം ചെയ്യും അല്ലേ അച്ഛൻ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോൺടാക്ട് നമ്പർ, അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റിലുണ്ടായിരുന്ന ആ പാസ്പോർട്ട് വേണം, സിവിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അച്ഛൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ PCCയെ കുറിച്ചുള്ള ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.